ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, മേക്ക് ആൻ എക്സസൈസ് റൂട്ടീൻ. ശരീരം നന്നാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള വ്യായാമം തന്നെയാണ്. കാരണം ശരീരത്തിന് ആയാസമുള്ള പണികൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് നല്ലപോലെ പ്രവർത്തിക്കുകയും വളരുകയും ചെയ്യുകയുള്ളൂ. മസിൽസ് ഫൈബർ പൊട്ടുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്തുകൊണ്ട് നല്ല പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണ്ടത്ര വിശ്രമിച്ചാലേ ആ ഒരു മസിൽ ഫൈബർ പൂർവ്വസ്ഥിതി ആയിരിക്കുകയുള്ളൂ. അതായത് മുമ്പത്തേതിൽ നിന്ന് ശക്തിയുള്ളതായിട്ട് മാറുകയുള്ളൂ. അത് ദിവസേന ചെയ്യുമ്പോഴാണ് ശരീരം പുറമെ നിന്നും അകമേ നിന്നും ഒരേ ബലമുള്ളതായി മാറുകയുള്ളൂ. ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും നല്ല വ്യായാമ മുറകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് ആർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്ക്വാറ്റ്സ് എന്താണെന്ന് നോക്കാം. സ്ക്വാറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോഡി ഉണ്ടാകാനുള്ള ആദ്യത്തെ എക്സസൈസ് ആണ്. അതായത് ഇരുന്ന് എഴുന്നേൽക്കുക. ഇതുകൊണ്ട് കാലിന് നല്ല രീതിയിൽ വ്യായാമം കിട്ടും. ഒപ്പം കോർ മസിൽസിനും ഇത് നല്ലതാണ്. ഗുസ്തിയൊക്കെ ചെയ്യുന്നവർക്ക് ഒറ്റയടിക്ക് തന്നെ 500 സ്ക്വാറ്റ്സ് വരെ ചെയ്യാം. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു 5 തവണ മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല ഗുണം തന്നെ കിട്ടും. എക്സസൈസ് നമ്പർ 2, നോർമൽ പുഷപ്സ്. ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട് സ്ക്വാറ്റ്സും അപ്പർ ബോഡിക്ക് ചെയ്യാവുന്ന വ്യായാമമാണ് സാധാരണ പുഷപ്സ്. ഇത് നിങ്ങളുടെ ബൈസെപ്സ്, ഷോൾഡർ, ട്രൈസെപ്സ്, ഫോർആം, ചെസ്റ്റ്, കോറ്, ബാക്ക് എന്നിങ്ങനെ ശരീരത്തിലെ മേൽഭാഗത്തുള്ള ഒരുവിധം എല്ലാ പേശികളും നല്ലപോലെ തന്നെ അനങ്ങും. അവർക്ക് നല്ല വ്യായാമം കിട്ടും. ആദ്യ പുഷപ്പ് ചെയ്യുമ്പോൾ 10 മുതൽ 15 പുഷപ്പ് വരെ ചെയ്യുക. സാധാരണ പുഷപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മുട്ട നിലത്ത് വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള പുഷപ്പ് എടുക്കാനായിട്ട് സാധിക്കും. എക്സസൈസ് നമ്പർ 3, ഹിന്ദു പുഷപ്പ്. പുഷപ്പിൽ തന്നെ പലതരത്തിലുണ്ട്. പക്ഷെ ഏറ്റവും പവറുള്ള ടൈപ്പ് പുഷപ്പാണ് ഹിന്ദു പുഷപ്പ് എന്ന് പറയുന്നത്. ഇത് നാടൻ ശൈലിയിലുള്ള വ്യായാമമാണ്. ഇത് സാധാരണ പുഷപ്പ് പോലെ തന്നെയാണ്. ഇത് ശരീരത്തിൽ കൂടുതൽ സ്ട്രോങ് ആക്കും. അതുകൊണ്ട് തന്നെ പേശികൾക്ക് സമ്മർദ്ദം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നോർമൽ പുഷപ്പ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ഒരു പുഷപ്പ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ തുടക്കത്തിൽ 10 ഹിന്ദു പുഷപ്പ് 2-3 സെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എക്സസൈസ് നമ്പർ 4, പുള്ളപ്സ്. ഒട്ടുമിക്ക ആളുകളും ബാക്ക് മസിൽസ് എക്സസൈസ് ചെയ്യാനായിട്ട് മറന്നുപോകും. പക്ഷേ ബോഡി ശരിയാവാനായിട്ട് ബാക്ക് മസിൽസ് ട്രെയിനിങ് ബെസ്റ്റ് ആണ്. അതിനുള്ള ഏറ്റവും നല്ല എക്സസൈസ് ആണ് പുള്ളപ്പ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പുള്ളപ്പ് ബാർ ആവശ്യമായിട്ട് വരും. എല്ലാ പാർക്കുകളിലും ഇത്തരം പുള്ളപ്പ് ബാർ ഉണ്ടാകും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പുള്ളപ്പ് ചെയ്യാം. തുടക്കത്തിൽ 8 മുതൽ 10 വരെ സെറ്റ് ആയിട്ടുള്ള 3 സെറ്റ് ചെയ്യാം. പിന്നെ പുള്ളപ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എക്സസൈസ് നമ്പർ 5, പ്ലാങ്ക്സ്. ഇതിനെ ഒരു ഫുൾ ബോഡി എക്സസൈസ് ആയിട്ട് കരുതാം. കാരണം പ്ലാങ്ക്സ് ചെയ്താൽ ഫുൾ ബോഡി മസിൽസ് ആക്റ്റീവ് ആവും. പ്ലാങ്ക്സ് ചെയ്യാനായിട്ട് കൈകൾ ഇങ്ങനെ നിലത്ത് വെച്ചുകൊണ്ട് പുഷപ്പ് ചെയ്യുന്ന പൊസിഷൻ എടുക്കുക. ഈ ഒരു പൊസിഷനിൽ പറ്റാവുന്നത്ര സമയം ബോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ 1-2 മിനിറ്റ് പ്ലാങ്ക്സ് ചെയ്യുക. എക്സസൈസ് നമ്പർ 6, ഇൻക്രീസ് യുവർ ടെസ്റ്റോസ്റ്റെറോൺ. പേശികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. ഇത് പുരുഷ ഹോർമോൺ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് പുരുഷന്മാരിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് നടക്കും. കാരണം ഇത് പേശികളിലെ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടും. അങ്ങനെ മസിൽസ് കൂടും. അതുകൊണ്ട് ബോഡി ഉണ്ടാക്കാനായിട്ട് ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂട്ടുക. അതിനായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ദിവസവും 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ സൂര്യപ്രകാശവും കായികമായിട്ടുള്ള അധ്വാനം, മത്സരങ്ങൾ, ശരിയായ ഉറക്കം എന്നിവ കൊണ്ട് ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂട്ടാനായിട്ട് പറ്റും. അത് വേഗത്തിൽ ബോഡി ബിൽഡ് ചെയ്യാനും സഹായിക്കും. എക്സസൈസ് നമ്പർ 7, ടേക്ക് പ്രോപ്പർ ഡയറ്റ്. ബോഡി ഉണ്ടാക്കാനായിട്ട് എക്സസൈസ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഡയറ്റ്. അതായത് എല്ലാം വാരി വലിച്ച് കഴിക്കാതെ ജങ്ക് ഫുഡൊക്കെ ഉപയോഗിച്ച് ആരോഗ്യകരമായിട്ടുള്ള ആഹാരം കഴിക്കുക. എന്ത് കഴിച്ചാലും ബോഡി ഉണ്ടാകുമെന്ന് പറയുന്നത് വിശ്വസിക്കരുത്. ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് കുടവയർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, അല്ലാതെ ഫിറ്റ് ബോഡി ഉണ്ടാകുകയില്ല. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.